പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂൺ 20 വെള്ളിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും ദൈവമേ, ഇന്നലത്തേക്കാൾ കൂടുതൽ സന്ധിപ്പും ഇന്നലത്തേക്കാൾ കൂടുതൽ വിടുതലും, ഇന്നലെ അവർ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത്, ഏത് വിഷയമാണ് നടക്കാതിരുന്നത്, ഏത് വിഷയമാണ് മാറ്റിവെക്കേണ്ടി വന്നത്, ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത്, ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കുന്നതിനുള്ളിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു, നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു, നിൻ്റെ ഇടപാടുകളെ ആസ്വദിക്കുന്നു, നിൻ്റെ ഇടപഴകലുകളെ ആസ്വദിക്കുന്നു. കർത്താവെ, ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുമ്പിട്ട് നിൽക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതൻ അയക്കുമെന്ന് ആലോചിച്ച കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരികയും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവെ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അനുദിനം സ്നേഹിച്ചുയർത്തി വളർത്തുന്ന കർത്താവിൻ്റെ നാമത്തെ സ്വസ്ഥം ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഓരോ അനുഭവവും ഓരോ വിഷയവും നിനക്കൊരു ദൈവ അനുഭവമാകാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അതായത് പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ കക്ഷിയാകും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര പൊട്ടിത്തെറിയും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാകും. നമ്മുടെ പ്രശ്നത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കും. എന്ന് വെച്ചാൽ ആ പ്രശ്നവും ദൈവവചനവും തമ്മിൽ എന്തുമാത്രമാണ് ടാലി ആകണത്, സിങ്ക് ആകണമെന്ന് നോക്കിയിട്ട് മറിയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതായത് വിഷയത്തെ കക്ഷിയല്ലാതിരിക്കാനുള്ള ഒരു നിലപാടാണ് മറിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരെ പെറ്റുകിടക്കണേ, അവർ പെറ്റുകിടക്കുകയാണ് ഇവിടെ പച്ചപ്പാതിലേക്ക്. 10 മനുഷ്യർ കാണാനില്ല ബദ്രഹേമിൽ, മഞ്ഞത്ത് വലിയ തുണി, ആവശ്യത്തിന് മാത്രമേ ക്ലോത്ത് പോലും ഉള്ളൂ. അപ്പം അവിടെ കിടന്ന് ഇടയന്മാർ പ്രാകൃതന്മാരൊക്കെ വന്നിച്ച് പോകുമ്പോഴും ഇവർ പറഞ്ഞ ഹൃദയത്തെ സംഗ്രഹിച്ച വലിയ കഠോരമായ പ്രശ്നങ്ങളിലെ ആ പ്രശ്നങ്ങളിൽ അവർ കക്ഷിയല്ല. അതാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ പ്രശ്നങ്ങളിൽ കക്ഷിയാകുന്നതുകൊണ്ടാണ്. അതെന്ത് അമ്മ എന്ത് ചെയ്തു? അപ്പം ഹൃദയത്തെ സംഗ്രഹിച്ചു. ആ ഭാഗം ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ വിഷയത്തിൽ അവര് അല്ല അത് ഘടിപ്പിക്കണത്. എനിക്കിങ്ങനെയായല്ലോ, ഞാനിങ്ങനെ വഴിയേറി പ്രസവിക്കേണ്ടി വന്നല്ലോ, സമയത്ത് ഭക്ഷണം പോലും കിട്ടണില്ലല്ലോ, ഇങ്ങനെ അതിലല്ല സംഭവം. അവർ ഈ വിഷയം ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് ഹൃദയം. അതാത് കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളതിൻ്റെ അകത്ത് കക്ഷി ചേർക്കുകയല്ല ചെയ്യണത്, വചനത്തെ കക്ഷി ചേർക്കുകയാണ് ചെയ്യണത്. വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ ഇപ്പം വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ഈ എക്സ്പീരിയൻസ് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറിയം ഓക്കെയാണ്. ഇപ്പോൾ തന്നെ എന്താണ് ഹൃദയത്തിൽ, ഇപ്പോൾ 2:19 എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. അറിയാം ആ ഒരു ദൈന്യതയും ആ ഒരു ഓപ്പൺ സിറ്റുവേഷനും ആ അബാൻഡൻനെസ്സും ആ തള്ളിക്കളഞ്ഞ അവസ്ഥയെല്ലാം ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ചു. ഹൃദയം എന്താണ്? വചനത്തിൻ്റെ സ്രോതസ് കുടീരമാണ്. ഹൃദയത്തിൽ നമ്മൾ പഠിച്ചതും വായിച്ചതും കേട്ടതും ആ വചനങ്ങൾ അങ്ങനെ ഇരിക്കുകയല്ലേ. അതാ സങ്കീർത്തനം 40:8 എന്താ പറയണേ? ഹൃദയത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അതെ, എന്നെ കണ്ട സന്തോഷമായിട്ട് ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് മറിയത്തെ കൺവേർട്ട് ചെയ്തെടുക്കണം നോക്കി. എങ്ങനെ? എൻ്റെ സന്തോഷം. അടുത്ത വചനം എന്താ? അങ്ങയുടെ നിയമം, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. വെച്ചാല് നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള വചനങ്ങള്, പഠിച്ച വചനങ്ങളെല്ലാം ഹൃദയത്തിലുണ്ടാവും. നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ വചനത്തിൽ അതിനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് വെച്ച് മറിയം അതിനെ സിങ്ക് ചെയ്ത് നോക്കും. അപ്പം ടാലി ആകണമെന്നുണ്ടെങ്കിൽ മറിയത്തിന് സന്തോഷം ഉണ്ടാവും. ഏറ്റവും ദൈന്യമായിട്ടുള്ള അവസ്ഥകളിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഒരു മരിയൻ ടെക്നിക്കാണ്. എന്താ സംഭവം? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മനസ്സിലായ? എന്നുവെച്ചാൽ നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വചനം എന്ത് പറയുന്നു? വചനം പറയുന്നത് നീ അനുഭവിക്കുന്നത് തമ്മിൽ ഒക്കെയാണെങ്കിൽ ദൈവം ഒക്കെയാണ്, നീ ഒക്കെയാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ കീഴ്പ്പെടുന്നതനുസരിച്ച് കൊണ്ട് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്രോണോളജിക്കൽ ഗ്രോത്ത് ആനുപാതികമായിട്ട് ഫെയ്ത്ത് ഗ്രോത്ത്, വിശ്വാസ വളർച്ച ഉണ്ടാകും. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.